Dear students, in the pair of linear equation two variables cross multiplication method എങ്ങനെ നമുക്ക് algebraic equation solve ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? b1 b2, ഇവിടെ c1 c2, a1 a2 b1 b2. അതായത് ആദ്യം b1 എന്നാ തുടങ്ങുന്നത്, b1 b2 c1 c2, പിന്നെ a1 a2 b1 b2. അപ്പോൾ ഇവിടെ x, ഇവിടെ y, ഇവിടെ 1. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആ പേര് പോലെ തന്നെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ b1 ഇൻറ്റു c2 മൈനസ് ഈ അടുത്തത് എഴുതേണ്ടത് മൈനസ് ഇട്ടിട്ട് b2 c1. അതുപോലെ y എന്ന് പറയുന്നത് c1 ഇൻറ്റു a2 മൈനസ് c2 ഇൻറ്റു a1. ഇനി 1 എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. അപ്പം ഇങ്ങനെ, അതായത് എക്സ് ബൈ നമ്മൾ എഴുതുമ്പോൾ b1 ഇൻറ്റു c2 മൈനസ് b2 ഇൻറ്റു c1 ഈക്വൽ ടു, ഇവിടെ നടുവിൽ ഈക്വൽ ടു കൊടുക്കും. y എന്ന് പറയുന്നത് c1 a2 മൈനസ് c2 a1 ഈക്വൽ ടു, ഇവിടെ 1 ബൈ a1 b2 മൈനസ് a2 b1. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇത് ഈക്വൽ ടു ഇതെടുത്ത് എഴുതും, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അതുപോലെ ഇത് ഈക്വൽ ടു ഇതെടുത്ത് എഴുതിയിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക? 2x പ്ലസ് വൈ, ഈ സി എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 5 മൈനസ് 5 ഈക്വൽ ടു 0. അതുപോലെ 3x പ്ലസ് 2y മൈനസ് 8 ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതേണ്ടത് b1 b2. b1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പൊ അങ്ങനെ സംശയം തോന്നുന്നുണ്ട്, നമുക്ക് എഴുതാം a1 ഈക്വൽ ടു 2, b1 ഈക്വൽ ടു 1, c1 ഈക്വൽ ടു മൈനസ് 5. അതുപോലെ a2 ഈക്വൽ ടു 3, b2 ഈക്വൽ ടു 2, c2 ഈക്വൽ ടു മൈനസ് 8. ഇനി നമ്മൾ എഴുതുന്നു എക്സ്, ഇവിടെ b1 b2 ആണ്. b1 എത്രയാണ്? 1 2, b1 b2 c1 c2. c1 എന്ന് പറയുന്നത് മൈനസ് 5, c2 എന്ന് പറയുന്നത് മൈനസ് 8. ഇത് എപ്പോഴും ഇങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എഴുതണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോ. അപ്പോൾ y ഇനി എന്ത് ചെയ്യണം? b1 b2 c1 c2 a1 a2 2 3. പിന്നെ എഴുതേണ്ടത് നമുക്ക് b1 b2 ആണ്, 1 2. അപ്പോൾ ഇത്രയാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ എക്സ് വൈ ഇവിടെ 1. ഇനി നമ്മൾ എഴുതുമ്പോൾ എക്സ് ഡിവൈഡ് ബൈ, ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 8 മൈനസ് 8 മൈനസ് മൈനസ് 5 ഇൻറ്റു, ഇങ്ങനെ എഴുതണം എന്നില്ല, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാൽ മതി. മൈനസ് 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് മൈനസ് 10. അപ്പം ഈ മൈനസ് അവിടെ എഴുതുക, എന്നിട്ട് പിന്നെയും മൈനസ് ആണ്, അതിനെ ബ്രാക്കറ്റിൽ എഴുതുക. വൈ ബൈ, ഇവിടെ ഇതിന് ഇങ്ങോട്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വൈ ബൈ മൈനസ് 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് മൈനസ് 15 മൈനസ് മൈനസ് 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് മൈനസ് 16. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ മൈനസ് 16 എന്ന് കൊടുത്തു. ഈക്വൽ ടു 1 ബൈ, ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 4 മൈനസ് 3. അപ്പോൾ നമുക്ക് എക്സ് ബൈ, ഇവിടെ മൈനസ് 8, ഇവിടെ മൈനസ് ഓഫ് മൈനസ് എന്താവും? പ്ലസ്, മൈനസ് 8 പ്ലസ് 10 ഈക്വൽ ടു വൈ ബൈ മൈനസ് 15 പ്ലസ് 16 ഈക്വൽ ടു 1 ബൈ 1. അപ്പോൾ ഇത് എക്സ് ബൈ 2 ഈക്വൽ ടു വൈ ബൈ 1 ഈക്വൽ ടു 1 ബൈ 1. ഇനി ഓരോന്നിനെയും ഈക്വൽ ടു കൊടുക്കുക. എക്സ് ബൈ 2 ഈക്വൽ ടു 1 ബൈ 1, എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്തായി? എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി വൈ ബൈ 1 ഈക്വൽ ടു 1 ബൈ 1, അപ്പോൾ വൈ ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് യൂണിക് സൊല്യൂഷൻ ഉള്ളതിലാണ് നമുക്കിങ്ങനെ സൊല്യൂഷൻ കിട്ടുക. അതിൽ ആ ക്വസ്റ്റ്യൻ എക്സസൈസ് 3.5 ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് യൂണിക് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ എന്ന് നോക്കിയിട്ട് യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും മാത്രമേ യൂണിക് സൊല്യൂഷൻ ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിൽ നമുക്ക് യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. a1/a2 എത്രയാണ് ഇവിടെ 1/3 നോട്ട് ഈക്വൽ ടു, അതായത് b1/b2 -3/-3 ആണ്, അപ്പോൾ 1 ആണ് വരുന്നത്. അപ്പോൾ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണ്, യൂണിക് സൊല്യൂഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ a1 ഈക്വൽ ടു 1, b1 ഈക്വൽ ടു -3, c1 ഈക്വൽ ടു -7, അതുപോലെ a2 ഈക്വൽ ടു 3, b2 ഈക്വൽ ടു -3, c2 ഈക്വൽ ടു -15. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്ന മെത്തേഡിൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ആ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഇല്ല വെറുതെ സോൾവ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡിലും കാണാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, 3 മെത്തേഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിൽ കാണാം. ഇതിപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആദ്യം b1 b2 എന്ന് പറയുന്നത് -3 -3, c1 c2 -7 -15, പിന്നെ a1/a2 1 3, b1/b2 -3 -3. ഇത് x, ഇത് y, ഇത് 1. അപ്പോൾ x ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -3 ഇൻറ്റു -15 എന്ന് പറയുന്നത് എത്രയായി അവിടെ 45 മൈനസ് ഇവിടെ -3 ഇൻറ്റു -7 ആണ് +21, അപ്പോൾ മൈനസ് മാത്രം വന്നു ഈക്വൽ ടു y ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -7 ഇൻറ്റു 3 എന്ന് പറയുന്നത് -21, 15 ഇൻറ്റു 1 എന്ന് പറയുന്നത് -15. അപ്പോൾ ഇങ്ങനെ എഴുതി ഈക്വൽ ടു 1 ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -1, അതായത് 1 ഇൻറ്റു -3 എന്ന് പറയുന്നത് -3 -9. അപ്പോൾ എക്സ് ബൈ ഇവിടെ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് 24. എക്സ് ബൈ 24 ഈക്വൽ ടു വൈ ബൈ ഇവിടെ -21 -21ഉം +15ഉം ആണുള്ളത്. അപ്പോൾ എത്രയാണ് 6 വരും. -6 ഈക്വൽ ടു -21 +15 ആവുമ്പോൾ -6 ആയി. ഇവിടെ 1 ബൈ -3 + 9 -3 + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മൈനസ് ചെയ്യുക. അപ്പോൾ 6 കിട്ടി. എക്സ് ബൈ 24 ഇനി എക്സിന്റെ വാല്യൂ ആണ്. എക്സ് ബൈ 24 ഈക്വൽ ടു 1/6. എക്സ് ഇസ് ഈക്വൽ ടു 24/6. 24/6 എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടി. അതുപോലെ y ബൈ -6 ഇസ് ഈക്വൽ ടു y ബൈ -6 ഇസ് ഈക്വൽ ടു 1/6. അപ്പോൾ y ഈക്വൽ ടു എന്തായി -6/6. -6/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. അപ്പോൾ y -1ഉം എക്സ് എന്ന് പറയുന്നത് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഈക്വൽ ടു എടുത്തിട്ട് എഴുതിയിട്ട് ചെയ്യുന്നുള്ളൂ. എക്സ് ബൈ 24 ഈക്വൽ ടു 1/6, അതുപോലെ y ബൈ -6 ഇസ് ഈക്വൽ ടു 1/6 അങ്ങനെ എടുത്തിട്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ഇതിൽ ഒരു ബോട്ടിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. A boat covers 32 km upstream and 36 km downstream in 7 hours. Also, it covers 40 km upstream and 48 km downstream in 9 hours. Find the speed of boat in still water and that of the stream. അപ്പോൾ നമുക്ക് ഇവിടെ സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടറും അതുപോലെ സ്പീഡ് ഓഫ് ദ സ്ട്രീമും ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം, സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എക്സ് ആയിട്ട് എടുക്കുന്നു. സ്റ്റിൽ വാട്ടർ ബി എക്സ് km/h, കാരണം സ്പീഡാണ് അതുകൊണ്ട് km/h ആയിട്ട് എടുത്തു. അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം y km/h ഇത്രയും എടുത്തു. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, അപ്സ്ട്രീമിലേക്ക്, അതായത് 32 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്കും 36 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും പോകാൻ വേണ്ടി എടുത്തിട്ടുള്ള ടൈമാണ് 7 hours തന്നിട്ടുള്ളത്. അപ്പോൾ ടൈമിൽ തന്നതുകൊണ്ട് നമുക്ക് ഈ ഹോൾ ഇക്വേഷൻ എന്താ ടൈമിൽ പറയുന്നത്. ടൈം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്തിട്ട് നമ്മൾ ടൈമിൽ, അതായത് രണ്ടിനും കൂടി 32 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്കും 36 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും പോകാൻ വേണ്ടി എടുത്ത ടൈമാണ് 7 hours. അപ്പോൾ നമുക്ക് എന്തറിയണം, സ്പീഡ് ഓഫ് അപ്സ്ട്രീം അറിയണം, അതുപോലെ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം.
അപ്പോൾ സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ ആണ്. അതുപോലെ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാറുള്ളത്, അതായത് 32 കിലോമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് മൈനസ് വൈ പ്ലസ് രണ്ടിനും കൂടി എടുത്തതാണ്. ഇനി 36 കിലോമീറ്റർ, അതുകൊണ്ടാണ് നമ്മളവിടെ പ്ലസ് ഇട്ടിട്ടുള്ളത്. 36 ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്ര ടൈം എടുക്കുന്നത്, 7 hours. രണ്ടിനും കൂടി 32 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്കും 36 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും പോകാൻ വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത് 7. ഇനി അടുത്ത കണ്ടീഷൻ, ഓൾസോ ഇറ്റ് കവേഴ്സ് 40 കിലോമീറ്റർ അപ്സ്ട്രീം ആണ്. അപ്പൊ 40 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് 48 ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു രണ്ടിനും കൂടി എടുത്ത ടൈം എന്ന് പറയുന്നത് അവിടെ 9 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്കറിയാം ഇങ്ങനെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് വൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക, ഏതെങ്കിലും ഒരു വേരിയബിൾ, അതായത് 1 ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പി അല്ലെങ്കിൽ എ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക്. 1 ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ക്യൂ ഇനി എടുത്തിട്ട് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. 1 ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പി, 1 ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ക്യൂ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും, 32 ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് വൈ ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ പി ആയിട്ട് എടുത്തതുകൊണ്ട് 32p പ്ലസ് 36q ഈക്വൽ ടു 7 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 40p പ്ലസ് 48q ഈക്വൽ ടു 9 സെക്കൻഡ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ കാണുന്നു. A1 എന്ന് പറയുന്നത് 32 ആണ്, B1 എന്ന് പറയുന്നത് 36, C1 എന്ന് പറയുന്നത് -7, അതുപോലെ A2 എന്ന് പറയുന്നത് 40, B2 എന്ന് പറയുന്നത് 48, C2 എന്ന് പറയുന്നത് -9. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യും, പി. ഇവിടെ B1 B2 ആണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. 36 48, പിന്നെ C1 C2 -7 -9 Q. A1 A2 32 40, പിന്നെ B1 B2 36 48 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ P ബൈ 36 ഇൻറ്റു -9, 36 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 54, 5, 27 പ്ലസ് 5 324. അപ്പോൾ -324 മൈനസ് 48 ഇൻറ്റു 7, 48 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 56, 5 ഇവിടെ 28, 5 പ്ലസ് 5 എന്ന് പറയുന്നത് 336, -336 ആണ് വരുന്നത്. ഇവിടെ മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് അത് ബ്രാക്കറ്റിൽ എഴുതി. 1 ബൈ ഇവിടെ 280 -280 മൈനസ് 32 ഇൻറ്റു 9, 32 ഇൻറ്റു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 288 അവിടെയും നമുക്ക് മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ -288 എന്ന് എഴുതി ഈക്വൽ ടു 1 ബൈ ഇവിടെ 32 ഇൻറ്റു 48, 32 ഇൻറ്റു 48 എന്ന് പറയുമ്പോൾ 16, 1, 24, 25, 8, 12. അപ്പോൾ 6, 3, 1536, 1536 മൈനസ് 36 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 24, 2, 1, 1440 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, പി ബൈ -324 പ്ലസ് 336 വന്നു ഇവിടെ ഈക്വൽ ടു -280 പ്ലസ് 288 ഈക്വൽ ടു 1 ബൈ, ഇതിന് വേണമെങ്കിൽ നമുക്ക് മൈനസ് ചെയ്തിട്ട് എഴുതാം, 1536 മൈനസ് 1440. അപ്പോൾ 96 ആണ് വരുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിൽ 336
324 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 2 1 12. P/12 ഈക്വൽ ടു, ഇവിടെ Q ആണ്, 1 എഴുതി, Q/8 മൈനസ് 280 288 8 ആയി, ഈക്വൽ ടു 1/96. അപ്പോൾ P/12 ഈക്വൽ ടു 1/96. P ഈക്വൽ ടു 12/96. 12/96 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നമുക്ക് 8 അല്ലേ, 1/8. P എന്ന് പറയുന്നത് 1/8 എന്ന് കിട്ടി. P 1/8 കിട്ടിക്കഴിഞ്ഞാൽ Q നോക്കാം. Q എന്ന് പറയുന്നത് Q/8 ഈക്വൽ ടു 1/96. അപ്പോൾ Q ഈക്വൽ ടു 8/96. 8/96 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 12 × 8 96 ആണല്ലോ. അപ്പോൾ Q ഈക്വൽ ടു 1/12. Q 1/12ഉം P 1/8 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ എക്സും വൈയും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടില്ല ലെറ്റ് 1/x - y ഈക്വൽ ടു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. P 1/8ഉം Q 1/12 ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ലെറ്റ് എന്താണ് എടുത്തിട്ടുള്ളത്? 1/x - y ഈക്വൽ ടു P. അതുപോലെ 1/x + y ഈക്വൽ ടു Q ആണ്. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്തിട്ട് വേണം എക്സും വൈയും കണ്ടുപിടിക്കാൻ. അപ്പോൾ 1/x - y ഈക്വൽ ടു എന്ത് വരും? 1/8. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x - y ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് 1/x + y ഈക്വൽ ടു Q ആണ്, 1/12. അപ്പോൾ അതായത് x + y ഈക്വൽ ടു 12 എന്ന് കിട്ടി. രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യുക. x - y ഈക്വൽ ടു 8, x + y ഈക്വൽ ടു 12. രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാനായിരിക്കും എളുപ്പം. 1 + 2 ഇക്വേഷൻ 1 + 2 ചെയ്യുമ്പോൾ y ക്യാൻസൽ ആയി. 2x = 20, x = 10. അപ്പോൾ x = 10 km/h. അതായത് നമ്മൾ x എന്താണ് എടുത്തിട്ടുള്ളത്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. അപ്പോൾ അത് എടുത്ത് എഴുതുക. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമുക്ക് 10 km/h കിട്ടി. ഇനി x - y ഈക്വൽ ടു 8 ആണ്. 10 - y ഈക്വൽ ടു 8, y ഈക്വൽ ടു 2 km/h. അപ്പോൾ സ്പീഡ് ഓഫ് ലാസ്റ്റ് എടുത്ത് എഴുതാൻ മറന്നു വരുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈക്വൽ ടു എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 10 km/h. അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം ആണ് നമ്മൾ y ആയിട്ട് എടുത്തിട്ടുള്ളത്. സ്പീഡ് ഓഫ് സ്ട്രീം ഈക്വൽ ടു 2 km/h എടുത്ത് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.